കണക്കുകൾ കാട്ടുന്നത് കേരളം എങ്ങോട്ടെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നിരത്തുകയുണ്ടായി കണക്കുകൾ. 8 മാസത്തിനിടെ 1085 ബലാത്സംഗം നടന്നു കേരളത്തിൽ. പ്രായപൂർത്തിയാകാത്ത 620 പെൺകുട്ടികൾ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെട്ടു. 3163 കുറ്റകൃത്യങ്ങളാണ് സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ മുൻ സർക്കാരുകളുടെ കാലത്തേക്കാൾ വലിയ ഉയർച്ചയാണ് ഈ കുറ്റകൃത്യങ്ങളുടെ പെരുക്കം കാണിക്കുന്നത്. ഇതിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് സ്ത്രീ സുരക്ഷിത കേരളമാണെന്ന്. ഒരു കാര്യം കൂടി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, വലിയൊരു അവകാശവാദമായി പിണറായി വിജയൻ പറയുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സ്ത്രീ പീഡനത്തിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുമെന്ന്, അത് പുറത്തേക്ക് വിടുമെന്ന്. അതുകൊണ്ട് എന്ത് ഗുണം? ഈ ലിസ്റ്റിൽ നോക്കി സ്ത്രീകൾ ആളുകളെ നോക്കുമോ? ഓ, ഇന്നയാൾ കുഴപ്പക്കാരനാണ്, ഇന്നയാൾ കുഴപ്പക്കാരനല്ലാത്തയാളാണ്. എന്താണ് ഏറ്റവും വലിയ സ്ത്രീ സുരക്ഷയുടെ ഒരു മാർഗമായി ഈ ലിസ്റ്റിനെ പുകഴ്ത്തുന്നതിൻ്റെ പിന്നിൽ? അല്ല വേണു, ഈ വിഷയം ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു പാർട്ടി ചർച്ച നിർത്തിയപ്പോഴും ചർച്ചയുടെ ഒരു റിസൾട്ട് അവസാനം എന്താണെന്ന് ചോദിച്ചാൽ പ്രതികളെ രക്ഷിച്ചേ കഴിയൂ എന്നൊരു വാശി എവിടെയൊക്കെയോ ഉള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവർ രക്ഷപ്പെടണം എന്നൊരു വാശിയോടുകൂടിയാണ് ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. പ്രതികൾ രക്ഷപ്പെടണമെന്നല്ല നമ്മൾ ചർച്ച നടത്തി വാശി പിടിക്കേണ്ടത്. പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഗ്യാരണ്ടിയാണ് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും സമൂഹത്തെ ആരാണെങ്കിലും വേണ്ടത്. കാരണം സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്ത്രീയുടെ പീഡനത്തിന് ഒരു അറുതി വരുത്തുക എന്ന പൊതു സെൻസിലേക്കാണ് നമ്മൾ വരേണ്ടത്. ആര് വാദിച്ചു ആര് ജയിച്ചു എന്നതല്ല ഇവിടുത്തെ റിസൾട്ട്. ഇവിടുത്തെ റിസൾട്ട് ഇരകൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ അവർക്ക് സമാധാനം വേണം, അവർക്ക് സുരക്ഷ വേണം. നിർഭാഗ്യവശാൽ നിങ്ങൾ വാദിച്ച് ഇതെല്ലാം കുഴപ്പത്തിലേക്ക് എത്തുമെന്ന് പറയാനാണ് നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചതും കുറേ കണക്കുകളാണ്. ഞാൻ ഈ കണക്കുകളെ പിടിച്ച് വാദിക്കുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഇത്ര കേസേ ഉള്ളൂ, ഈ ഗവൺമെൻറ് ഇത്ര കേസ്, കഴിഞ്ഞ ഗവൺമെൻറ് അതുകൊണ്ട് കേസ് റിപ്പോർട്ട് ചെയ്യാത്തതാണ്, ഈ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കൂടിയത് എന്ന വാദം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നത് സമൂഹത്തിലൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നും ഇന്നലെയുമായിട്ടുള്ള ഒരു രീതിയല്ല. എത്രയോ നൂറ്റാണ്ടുകളായി സ്ത്രീകളെ കീഴ്പ്പെടുത്തി സ്ത്രീകളെ അടിമകളാക്കി ഒരു പുരുഷ മേധാവിത്വ സമൂഹം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം സ്ത്രീകളുടെ പീഡനത്തിൻ്റെ കണക്കുകളും എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കിവിടെ ആവശ്യമുള്ളത് ഇതിനെതിരായ ഒരു സംസ്കാരമാണ്. അത് 1-2 കേസ് ചാർജ് ചെയ്തതുകൊണ്ട് മാത്രമായി തീരുന്നതല്ല. ഇപ്പോൾ ഇവിടെ കുറ്റവാളികളുടെ ലിസ്റ്റ് വരുന്നു എന്നുള്ളത് ആ കുറ്റവാളികളുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ ഇവൻ കുഴപ്പക്കാരനാണെന്ന് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആ അർത്ഥത്തിൽ അത് സഹായകരമാണ്. അതുകൊണ്ട് അതിനെ ലിസ്റ്റ് ഞാൻ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ വേണു. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. ഈ വിഷയത്തെ നമ്മൾക്കൊരു ഡിബേറ്റ് ചെയ്ത് ചുരുക്കാവുന്ന വിഷയമല്ല. സമൂഹത്തിന്റെ ബോധമാക്കിയത് എന്താ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. നമുക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു ദ്രാവിഡന്മാർക്ക്. ദ്രവീഡിയൻ കൾച്ചർ എന്ന് പറയുന്നത് സ്ത്രീയെ മാനിക്കുന്നതും പോകാൻ കഴിയില്ല. ആ കൾച്ചറിൽ നിന്ന് എനിക്ക് ലളിതമായ ഒരു ചോദ്യമുണ്ട്. ലിസ്റ്റ് ഒക്കെ പുറപ്പെടുവിച്ചോളൂ. ഒരു ചെറിയ സംശയം. ഇന്ന് പിണറായി വിജയൻ പറയുകയാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇന്ന് പിണറായി വിജയൻ പറയുകയാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഒരു നിമിഷം, അങ്കമാലി മുതൽ ഈ പറയുന്ന നെടുമ്പാശ്ശേരി വരെയുള്ള VIP റൂട്ടാണ് എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുമ്പോൾ പിണറായി വിജയൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ആർക്കും പരാതിയില്ലല്ലോ, പോലീസിന് വിവരം കിട്ടിയിട്ട് പോലീസ് പ്രവർത്തിക്കാതിരുന്നതാണ് എന്ന്. ആർക്കും പരാതിയില്ലല്ലോ, പോലീസിന് വിവരം കിട്ടിയിട്ട് പോലീസ് നിഷ്ക്രിയമായിരുന്നതാണ് എന്ന്. എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം പ്രവർത്തിക്കേണ്ട സംവിധാനത്തെയാണോ പോലീസ് എന്ന് പറയുന്നത്? അവിടെയാണ് രമേശ് ചന്ദ്ര ചോദിക്കുന്നത്, ഈ വീഴ്ച വന്നുവെങ്കിൽ അത് വീഴ്ചയാണെന്ന് ആദ്യം അംഗീകരിക്കണം. ആ വീഴ്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം. അതല്ലാതെ വിവരം കിട്ടിയില്ല, നിഷ്ക്രിയരായിരുന്നതായി ആർക്കും പരാതിയുമില്ലല്ലോ എന്ന് പറഞ്ഞത് അടഞ്ഞ അധ്യായമാക്കരുത്. അങ്ങനെയെങ്കിൽ അങ്കമാലി ഈ പറയുന്ന നെടുമ്പാശ്ശേരി റൂട്ട് നാളെയും പൾസർമാർക്ക് അവരുടെ ഈ പറയുന്ന തരത്തിൽ നിയമം കയ്യിലെടുത്തുള്ള പ്രയോഗങ്ങൾക്ക് അനുകൂലമായ ഒരവസരം തന്നെയാണ്. ഇത് അടഞ്ഞ അധ്യായമാകാൻ കഴിയില്ലല്ലോ. നമുക്ക് അത്രത്തോളം സിസ്റ്റം ഇല്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഈ തരം വാഹനത്തിനുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അടക്കം അപ്പോൾ അറിയുന്ന തരത്തിൽ ഇപ്പോൾ
അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഇനിയൊന്നും ഉണ്ടാകേണ്ടതുണ്ട്, അത് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എന്റെ പക്ഷം. സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അല്ലല്ല, ഒരു നിമിഷം, രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, മന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണോ? രണ്ട്, അങ്ങേക്ക് പരാതിയില്ല, അതുകൊണ്ട് നിഷ്ക്രിയത്വം പോലീസ് കാട്ടിയില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രതിപക്ഷവും ഒന്നും ചെയ്യേണ്ട കാര്യമാണിത്. വേണു, ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ചെയ്യേണ്ടതല്ല, ഭരണപക്ഷം തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്. വേണു, ഇതിൻ്റെ അകത്തൊരു കാര്യം പറയുമ്പം 2 മാസം മുമ്പ് വേണുവിനറിയാം എറണാകുളം സിറ്റി ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും പിടിയിൽ അമർന്നിരിക്കുന്നു, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വഴിയിലിറങ്ങി സ്വൈര്യമായി നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ നിയമസഭയിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ മുമ്പിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളാണ് ഞാൻ. കാര്യമായ നടപടി, ഞാൻ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കാര്യമായ നടപടിയെടുക്കാൻ തുനിഞ്ഞിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു, മുൻകരുതലെടുക്കാൻ കഴിയുമായിരുന്നു. അതീവ സുരക്ഷാ സംവിധാനമുള്ള ഈ റൂട്ടിൽ പിങ്ക് പോലീസുണ്ട്, ഹൈവേ പെട്രോളുണ്ട്, നിരവധി ക്യാമറകളുണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ പോയിന്റുകളുണ്ട്. ഈ വഴിക്കൊക്കെയാണ് ഒരു ചെറിയ XUV എന്ന് പറയുന്ന ഒരു ചെറിയ വണ്ടിയിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് വീഴ്ച തന്നെയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, ഇവിടെ മേഴ്സിക്കുട്ടിയമ്മ സ്ത്രീകളുടെ മോചനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും വേണ്ടതാണ്. എനിക്ക് ദീദിയോടും പറയാനുള്ളത്, പിണറായി വിജയനെ വിമർശിക്കുന്നു അല്ലെ മറുഭാഗമാണ് എന്ന് പറഞ്ഞൊഴിയാവുന്ന കാര്യമല്ല ഇത്. പിണറായി വിജയനെ വിമർശിക്കുന്നത് ഭരണപക്ഷത്ത് ഉത്തരവാദിത്തമായി പെരുമാറേണ്ട മുഖ്യമന്ത്രി എന്ന നിലയിലാണ്, വ്യക്തിപരമായി പിണറായി വിജയനെ വിമർശിക്കുകയല്ല. ഇവിടെ നിഷ്പക്ഷമതി എന്ന് പറയുന്ന തലത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഈ ഗൗരവം, ഈ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള മാളകൾ ഒരുക്കി കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ത്രീ സമൂഹം കൂടുതൽ ജാഗ്രതയായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വേറൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് വേണു. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇരയ്ക്ക് പരാതിയുണ്ടോ, കുടുംബങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരുടെ പരാതി അവരുടെ കണ്ണീരാണ്. ആ കണ്ണീരൊരു അഗ്നിനാളം പോലെ പടന്നു കയറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരൊരു പക്ഷേ പരാതിപ്പെട്ടു എന്ന് വരില്ല. ആ പരാതിയാണ് ഈ പൊതുസമൂഹം ഉയർത്തേണ്ടത്. ഒട്ടേറെ സാമൂഹിക വിപ്ലവം സ്ത്രീകൾക്ക് വേണ്ടി നടന്ന ഒരു നാട്ടിൽ സ്ത്രീകളുടെ പൊതുവായ ആവശ്യത്തിന് ഞാൻ പറയുന്നു, എൻ്റെ രാഷ്ട്രീയ പാർട്ടി അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകണം. മുകളിൽ നിന്നും താഴോട്ട് ഇത്തരക്കാരെ സംരക്ഷിക്കില്ല എന്ന് തീരുമാനിക്കണം. അതിന് പോലീസ് ഉണ്ടാകണം, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണം, അതിന് കോടതിയിൽ പോകുന്ന വക്കീലന്മാരുണ്ടാകണം. ആ തരത്തിലുള്ള ഒരു പൊതുസമൂഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.